ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്പേർഷൻ എന്ന ടോപ്പിക്കാണ്. ഡിസ്പേർഷൻ എന്ന ടോപ്പിക്കിൽ നിന്നും കേരള PSC, SSC, UPSC, RRB തുടങ്ങിയ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. PYQs നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഡിസ്പേർഷൻ എന്താണെന്ന് ഒന്ന് ചെറുതായിട്ട് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. അപ്പോൾ നോക്കിക്കേ, മീനിങ് ഓഫ് ഡിസ്പേർഷൻ, എന്താണ് ഡിസ്പേർഷൻ എന്ന് വെച്ചാൽ അത് നമുക്ക് ആദ്യം നോക്കാം. നോക്കിക്കേ, ഡിസ്പേർഷൻ ഈസ് എ സ്പ്ലിറ്റിംഗ് ഓഫ് വൈറ്റ് ലൈറ്റ് ഇൻ ടു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യുവൻറ്റ് കളേഴ്സ് ഓർ സ്പെക്ട്രം വെൻ ഇറ്റ് പാസസ് ത്രൂ എ പ്രിസം. നമുക്ക് സിമ്പിളായിട്ട് ഡിസ്പേർഷൻ എന്തെന്ന് പറയാം? വൈറ്റ് ലൈറ്റിൻ്റെ സ്പ്ലിറ്റിംഗ് അല്ലേ, അതായത് വൈറ്റ് ലൈറ്റ് എന്തായിട്ട് മാറുന്നു? വൈറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് കളേഴ്സ് അടങ്ങിയിട്ടുണ്ട്. കുറേ നിറങ്ങൾ ചേർന്നിട്ടാണ് നമുക്ക് വൈറ്റായിട്ട് കാണുന്നത്. അപ്പോൾ ആ വൈറ്റ് ലൈറ്റിൻ്റെ കമ്പോണൻസ് എല്ലാം അല്ലെങ്കിൽ ആ കോൺസ്റ്റിറ്റ്യുവൻസ് എല്ലാം ഒരു പ്രിസത്തിലൂടെ കടത്തി വിടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സായിട്ട് കാണാൻ പറ്റും. അതിനാണ് നമ്മൾ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. നോക്കിക്കേ, വൈറ്റ് ലൈറ്റിൽ ഏതൊക്കെ കളേഴ്സ് ഉണ്ട്? റെഡ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, ഇൻഡിഗോ, വയലറ്റ്. നമ്മൾ ഓർത്ത് വയ്ക്കാൻ വേണ്ടി വിബ്ജിയോർ എന്ന് പറയാറില്ലേ, അത് തന്നെ. വൈ ഡസ് ദിസ് ഹാപ്പൻ? എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ബിക്കോസ് ഡിഫറെൻറ്റ് കളേഴ്സ് ഹാവ് ഡിഫറെൻറ്റ് വേവ് ലെങ്ത്, സോ ദേ റിഫ്രാക്ട് ഓർ ബെൻഡ് ബൈ ഡിഫറെൻറ്റ് എമൗണ്ട്സ്. എന്താണ്? ഓരോ നിറത്തിനും വ്യത്യസ്ത വേവ് ലെങ്ത് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർ റിഫ്രാക്റ്റ് ചെയ്യുന്നത് പല രീതിയിലായിരിക്കും അല്ലേ. ചിലത് കൂടുതൽ റിഫ്രാക്റ്റ് ചെയ്യും, ചിലത് കുറച്ചായിരിക്കും, അങ്ങനെ. അപ്പോൾ അതനുസരിച്ചാണ് ഈ ഡിസ്പേർഷൻ സംഭവിക്കുന്നത്. ഇനി നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ച് പോയിൻറ്റ്സ് ആണ് തന്നേക്കുന്നത്. നോക്കിക്കേ, ഡിസ്പേർഷൻ ഒക്കേഴ്സ് ഡ്യൂ ടു റിഫ്രാക്ഷൻ. എന്താണ്? ഡിസ്പേർഷൻ ഉണ്ടാവാൻ കാരണം റിഫ്രാക്ഷൻ ആണ്. വയലറ്റ് ബെൻസ് മോസ്റ്റ്, ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്. എന്താണ്? വയലറ്റ് കളറാണ് ഏറ്റവും കൂടുതൽ ബെൻഡ് ചെയ്യുന്നത്, അതായത് വയലറ്റ് കളറിനാണ് ഏറ്റവും കൂടുതൽ റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്. കാരണം എന്താണ്? വയലറ്റിനാണ് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്, ഏറ്റവും കുറവ് വേവ് ലെങ്ത് ഉള്ളത് വയലറ്റ് കളറിനാണ്. ഇനി നോക്കിക്കേ, നേരെ ഓപ്പോസിറ്റ് വരുന്നത് അപ്പോൾ ആരായിരിക്കും? റെഡ് അല്ലേ. റെഡ് ബെൻസ് ലീസ്റ്റ്. എന്താണ്? റെഡാണ് ഏറ്റവും കുറവ് ബെൻഡ് ചെയ്യുന്നത്, കാരണം റെഡിനാണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത്. ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് ഉള്ളത് റെഡിനാണ്. ഇനി നോക്കിക്കേ, സെപ്പറേഷൻ ഓഫ് കളേഴ്സ് ഫോം സ്പെക്ട്രം. എന്താണ്? സെപ്പറേഷൻ ഓഫ് കളേഴ്സ്, സെപ്പറേറ്റായി ഡിഫറെൻറ്റ് കളേഴ്സ് കാണുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്പെക്ട്രം എന്ന് പറയുന്നത്. പ്രിസം ഈസ് ദ മോസ്റ്റ് കോമൺ ഡിവൈസ് യൂസ്ഡ് ടു ഡെമോൺസ്ട്രേറ്റ് ഡിസ്പേർഷൻ. എന്താണ്? പ്രിസം വെച്ചിട്ടാണ്, ഒരു പ്രിസം അറിയാമല്ലോ, അത് വെച്ചിട്ടാണ് അതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഡിവൈസ്. എന്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ? ഡിസ്പേർഷൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് ഓർഡർ ഓഫ് ബെൻഡിങ് ആണ്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, ഒന്ന് ഷോർട്ടായിട്ട് ഓർത്ത് വയ്ക്കാൻ വേണ്ടി കൊടുത്തേക്കുന്നതേ ഉള്ളൂ. മോർ ബെൻഡിങ് ഏതിനാണ് സംഭവിക്കുന്നത്? വയലറ്റിനാണ് സംഭവിക്കുന്നത്. ലീസ്റ്റ് ബെൻഡിങ് റെഡിനാണ് സംഭവിക്കുന്നത്. ഒരു ട്രിക്ക് പോലെ പറയുന്നതാണ്. വയലറ്റ് വി എന്താണ്? വെരി ബെൻഡ് എന്ന് വെച്ചാൽ വളരെയധികം ബെൻഡ് ചെയ്യുന്നു. റെഡ് എന്താണ്? റൺ സ്ട്രെയിറ്റ്, അതായത് സ്ട്രെയിറ്റ് അല്ല, എന്നാലും നമ്മൾ പറയുന്നത് എന്താണ്? സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നു. അങ്ങനെ നേരെ ഓടുന്ന ആളാണ് റെഡ്. വയലറ്റോ വളഞ്ഞ് വെരി ബെൻഡാണ്. വൈ റെഡ് ലൈറ്റ് ഈസ് യൂസ്ഡ് ഇൻ ട്രാഫിക് സിഗ്നൽസ്? എന്തുകൊണ്ടാണ് നമ്മൾ റെഡ് ലൈറ്റ് ട്രാഫിക് സിഗ്നൽസിൽ ഉപയോഗിക്കുന്നത്? ബിക്കോസ് റെഡ് ഹാസ് ദ ലീസ്റ്റ് ഡീവിയേഷൻ, സോ ഇറ്റ് ട്രാവൽസ് ലോങ്ങർ ഡിസ്റ്റൻസ് വിത്ത് ലെസ് സ്കാറ്ററിങ്. എന്താണ്? റെഡിനാണ് ഏറ്റവും ലീസ്റ്റ് ഡീവിയേഷൻ സംഭവിക്കുന്നത് അല്ലേ. റെഡിനെ അത്ര പെട്ടെന്നൊന്നും എന്താക്കാൻ പറ്റില്ല, ഡീവിയേറ്റ് ചെയ്ത് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യും? ഒരുപാട് ദൂരം എന്താണ്? സ്കാറ്ററിങ് ചെയ്യാതെ, എന്താണ്? ഡീവിയേറ്റ് ഒന്നും ചെയ്യാതെ, സ്കാറ്റർ ചെയ്ത് പോവാതെ ഒരുപാട് ദൂരം സഞ്ചരിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? റെഡിനുണ്ട്. അതുകൊണ്ടാണ് ട്രാഫിക് സിഗ്നൽസിന് റെഡ് ലൈറ്റ് കൊടുക്കാൻ കാരണം. ഇനി അടുത്തത് റെയിൻബോ ഫോർമേഷനാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മഴവില്ല് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നാണ് നോക്കുന്നത്. നോക്കിക്കേ, റെയിൻബോ ഈസ് ക്രിയേറ്റഡ് ത്രൂ മെയിൻലി 3 സ്റ്റെപ്സ്. എന്താണ്? റിഫ്രാക്ഷൻ വെൻ എൻറ്ററിങ് ദ വാട്ടർ ഡ്രോപ്ലെറ്റ്, ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഇൻസൈഡ് ദ ഡ്രോപ്ലെറ്റ്, റിഫ്രാക്ഷൻ എഗെയിൻ വെൻ എക്സിറ്റിംഗ് ദ ഡ്രോപ്ലെറ്റ് അല്ലേ. അപ്പോൾ എങ്ങനെയാണ്? അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ഡിസ്പേർഷൻ കൊടുക്കാത്തത്? ഈ റിഫ്രാക്ഷൻ നടക്കുന്നതിനോടൊപ്പം എന്തും നടക്കുന്നുണ്ട്? ഡിസ്പേർഷനും നടക്കുന്നുണ്ട്. അതായത് എന്താണ്? സൂര്യനിൽ നിന്നും ഉള്ള അല്ലെങ്കിൽ സണ്ണിൽ നിന്നുമുള്ള വൈറ്റ് ലൈറ്റ് നമ്മുടെ വാട്ടർ ഡ്രോപ്ലെറ്റിനകത്തോട്ട് കടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ റിഫ്രാക്ഷൻ നടക്കുന്നു. മാത്രമല്ല വൈറ്റ് ലൈറ്റ് ആയതുകൊണ്ട് എന്തായിട്ട് കോൺസ്റ്റിറ്റ്യുവൻറ്റ് കളേഴ്സായിട്ട് സ്പ്ലിറ്റ് ആവുന്നുമുണ്ട്.
ഇങ്ങനെ ഈ 3 സ്റ്റെപ്പുകളിലൂടെയാണ് എന്ത് നടക്കുന്നത്, നമ്മുടെ റെയിൻബോ ഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ റെയിൻബോ ഈസ് ഈക്വൽ ടു റിഫ്രാക്ഷൻ പ്ലസ് ഡിസ്പേർഷൻ പ്ലസ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് നമുക്ക് പറയാം. ഇനി റെയിൻബോ ഫോർമേഷൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ കാണിക്കാം. നോക്കിക്കേ, ഇവിടെ റെയിൻബോ ഫോർമേഷനാണ് കാണിച്ചിരിക്കുന്നത്. ആ സർക്കിൾ എന്ന് പറയുന്നത് നമുക്ക് റെയിൻ ഡ്രോപ്പായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ സൺലൈറ്റിൽ നിന്നുമുള്ള വൈറ്റ് ലൈറ്റ് എങ്ങോട്ട് പോകുന്നു? റെയിൻ ഡ്രോപ്പിന് അകത്തേക്ക് കടക്കുന്നു. അപ്പോൾ ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? ആ പോയിന്റ് ബിയിൽ കാണാം അല്ലേ, റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. റിഫ്രാക്ഷനോടൊപ്പം അത് വൈറ്റ് ലൈറ്റ് ആയതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? ഡിസ്പേർഷൻ സംഭവിക്കുന്നു അല്ലേ. അതായത് വൈറ്റ് ലൈറ്റ് ഡിഫറെൻറ്റ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് കളേഴ്സായിട്ട് സ്പ്ലിറ്റ് ആവുന്നു, അതാണ് ഡിസ്പേർഷൻ അല്ലേ. പിന്നെ എന്ത് സംഭവിക്കുന്നു? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഓഫ് സ്പെക്ട്രം സംഭവിക്കുന്നത്. അതായത് ആ കളർ സ്പെക്ട്രം അല്ലെങ്കിൽ ആ ഡിഫറെൻറ്റ് കളേഴ്സ് ഉള്ളതിന് നമ്മൾ സ്പെക്ട്രം എന്ന് പറയുന്നില്ലേ, അതിനെന്ത് സംഭവിക്കുന്നു? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കുന്നു. ശേഷം അതിനെന്ത് സംഭവിക്കുന്നു? പിന്നെയും റിഫ്രാക്ഷൻ സംഭവിച്ച് അത് പുറത്തേക്ക് വരും അല്ലേ. പുറത്തേക്ക് വരുമ്പോൾ എന്താണ്? റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. എഗെയിൻ നമ്മൾ കാണുന്നത് എന്താണ്? ഡിസ്പേഴ്സ്ഡ് ആയിട്ടുള്ള വൈറ്റ് ലൈറ്റാണ് നമ്മൾ കാണുന്നത്, അതാണ് വിബ്ജിയോർ. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് സ്പെക്ട്രം ആണ്. ഒന്നാമത്തേതെന്ന് പറയുന്നത് കണ്ടിന്യൂസ് സ്പെക്ട്രം. എന്താണ് കണ്ടിന്യൂസ് സ്പെക്ട്രം? ഓൾ വേവ് ലെങ്ത്സ് പ്രസൻറ്റ്, സൺലൈറ്റ്, ഇൻകാൻഡസെൻറ്റ് ബൾബ്, അതൊക്കെയാണ് എക്സാമ്പിളായിട്ട് വരുന്നത്. അതായത് കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തുണ്ട്? എല്ലാ വേവ് ലെങ്ത്തും പ്രസൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ സൺലൈറ്റ്, ഇൻകാൻഡസെൻറ്റ് ബൾബ്. ഇനി ലൈൻ സ്പെക്ട്രം. ലൈൻ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ അപ്പിയേഴ്സ് ആസ് സെപ്പറേറ്റ് ലൈൻസ്. ഹൈഡ്രജൻ സ്പെക്ട്രമാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. എന്താണ്? ലൈനായിട്ട് സെപ്പറേറ്റ് ലൈനായിട്ടായിരിക്കും കാണുന്നത് ആ സ്പെക്ട്രം, അതാണ് ഹൈഡ്രജൻ സ്പെക്ട്രം. ഇനി PSC എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, എക്സാമ്പിൾ ഓഫ് കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് പറയുന്നത് വൈറ്റ് ലൈറ്റ് ആണ്. എക്സാമ്പിൾ ഓഫ് ലൈൻ സ്പെക്ട്രം എന്ന് പറയുന്നത് ഹൈഡ്രജൻ എമിഷൻ ലൈൻസ് ആണ്. ഇനി നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്ന ഡിസ്പേർഷൻ്റെ ഉദാഹരണങ്ങളാണ് നോക്കാൻ പോകുന്നത്. നോക്കിക്കേ, എവ്രിഡേ എക്സാമ്പിൾസ് ഓഫ് ഡിസ്പേർഷൻ. നോക്കിക്കേ, റെയിൻബോ, സോപ്പ് ബബിൾ കളേഴ്സ്, സൺലൈറ്റ് ത്രൂ ഗ്ലാസ് പ്രിസം, CD or DVD കളർ ബാൻഡ്സ്, ഓയിൽ ഫിലിം ഓൺ വാട്ടർ. എന്താണ് ഇതൊക്കെ? നമ്മൾ സ്ഥിരം കാണുന്നതാണ് അല്ലേ. മഴവില്ലും അതുപോലെ സോപ്പ് ബബിൾസിലൊക്കെ എന്തുള്ളത്? ഡിഫറെൻറ്റ് കളേഴ്സായിട്ട് മഴവില്ല് പോലെയൊക്കെ നമ്മൾ കാണാറുണ്ടല്ലേ. മീൻസ് ആ റെയിൻബോ ഷേപ്പിലല്ലെങ്കിലും കളേഴ്സ് നമ്മൾ കാണാറില്ലേ. അതുപോലെ സൺലൈറ്റ് ത്രൂ ഗ്ലാസ് പ്രിസം, എന്താണ്? പ്രിസത്തിലൂടെ കളർ സ്പ്ലിറ്റ് ചെയ്ത് വരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിന്നെ CD or DVD കളർ ബാൻഡ്സ്. പിന്നെ എന്താണ്? ഓയിൽ ഫിലിം ഓൺ വാട്ടർ, വെള്ളത്തിൽ എന്താണ് എണ്ണ വീഴുമ്പോൾ കണ്ടിട്ടില്ലേ കളേഴ്സായിട്ടൊക്കെ കാണുന്നത്. അതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഡിസ്പേർഷന് എക്സാമ്പിളാണ്. ഇനി നമുക്ക് ഡിസ്പേർഷൻ എന്ന ടോപ്പിക്കിൽ നിന്നുമുള്ള PYQs നോക്കാം. നോക്കിക്കേ, ഡിസ്പേർഷൻ ഓഫ് വൈറ്റ് ലൈറ്റ് ഒക്കേഴ്സ് ബിക്കോസ് ഡാഷ്. എന്താണ്? വൈറ്റ് ലൈറ്റിൻ്റെ ഡിസ്പേർഷൻ ഉണ്ടാവാൻ കാരണം എന്തെന്നാണ് ചോദ്യം. എന്താണ് കാരണം? ഡിഫറെൻറ്റ് കളേഴ്സ് ഹാവ് ഡിഫറെൻറ്റ് വേവ് ലെങ്ത്. നോക്കിക്കേ, എക്സ്പ്ലനേഷൻ. ഈച്ച് കളർ റിഫ്രാക്ട്സ് ഡിഫറെൻ്റ്ലി ബിക്കോസ് P differs for each വേവ് ലെങ്ത്. കേരള PSC 10th ലെവൽ പ്രിലിംസ് 2022 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, വിച്ച് കളർ ഈസ് ഡീവിയേറ്റഡ് ദ ലീസ്റ്റ് ഇൻ എ പ്രിസം. എന്താണ്? ഒരു പ്രിസത്തിൽ ഏറ്റവും കുറവ് ഡീവിയേഷൻ സംഭവിക്കുന്ന കളർ ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? റെഡ് കളറാണല്ലേ. റെഡ് ഹാസ് ദ ലോങ്ങസ്റ്റ് വേവ് ലെങ്ത്, സോ ലീസ്റ്റ് ബെൻഡിങ്. എന്താണ്? റെഡിനാണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത്. പക്ഷേ കൂടുതൽ വേവ് ലെങ്ത് ഉള്ള ആൾക്കാർ എന്താ ചെയ്യുക? കുറച്ചേ ബെൻഡ് ചെയ്യുള്ളൂ. SSC CHSL 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ദ ഒപ്റ്റിക്കൽ ഫെനോമിനൻ റെസ്പോൺസിബിൾ ഫോർ കളർഫുൾ ഹാലോസ് അറൗണ്ട് സ്ട്രീറ്റ് ലൈറ്റ് ഈസ് ഡാഷ്. ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ സൈഡിലൊരു പിക്ചർ കൊടുത്തേക്കുന്നത്. അതായത് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ചുറ്റിനും ഇങ്ങനെ കളർഫുള്ളായിട്ട് ഹാലോസ് കാണാൻ അല്ലെങ്കിൽ ആ ഒരു സ്പെക്ട്രം കാണാൻ കാരണം എന്തെന്നാണ് ചോദ്യം. എന്താണ്? ഡിസ്പേർഷൻ ഇൻ ഫോഗ് ഡ്രോപ്ലെറ്റ്സ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ടൈനി ഡ്രോപ്ലെറ്റ്സ്, സ്പ്ലിറ്റ് ലൈറ്റ്, മിനി സ്പെക്ട്ര, അതായത് ചെറിയൊരു സ്പെക്ട്രം ഉണ്ടാവുന്നു. കേരള PSC പ്രിലിമിനറി 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണേ. അടുത്ത ചോദ്യം, ദ സ്പ്ലിറ്റിംഗ് ഓഫ് വൈറ്റ് ലൈറ്റ് ഇൻറ്റു ഇറ്റ്സ് കമ്പോണൻറ്റ് കളേഴ്സ് ഈസ് കോൾഡ് ഡാഷ്. എന്താണ്? വൈറ്റ് ലൈറ്റ് അതിൻ്റെ കമ്പോണൻറ്റ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് കളേഴ്സായിട്ട് സ്പ്ലിറ്റ് ആവുന്നതിന് നമ്മൾ പറയുന്നത് എന്താണ്? ഡിസ്പേർഷൻ എന്നാണ് പറയുന്നത്. നോക്കിക്കേ, വൈറ്റ് ലൈറ്റ് ഡിവൈഡ്സ് ഇൻറ്റു സ്പെക്ട്രം ഡ്യൂ ടു വേവ് ലെങ്ത് ഡിഫറൻസ്. UPSC NDA 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്.
അടുത്ത ചോദ്യം, വിച്ച് കളർ ബെൻസ് ദ മോസ്റ്റ് ഇൻ എ പ്രിസം? എന്താണ്, ഒരു പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ബെൻഡ് ചെയ്യുന്നത് ഏത് കളറാണെന്നാണ് ചോദ്യം. വയലറ്റ് കളറാണ്. വയലറ്റ് ഹാസ് ദ സ്മോളസ്റ്റ് വേവ് ലെങ്ത്, സോ മാക്സിമം ഡീവിയേഷൻ. കേരള PSC സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് 2018 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ദ ബാൻഡ് ഓഫ് 7 കളേഴ്സ് ഫോംഡ് ആഫ്റ്റർ ഡിസ്പേർഷൻ ഈസ് നോൺ ആസ് ഡാഷ്. എന്താണ്, നമ്മൾ ഡിസ്പേർഷന് ശേഷം കാണുന്ന ആ 7 നിറങ്ങളുള്ള ആ ബാൻഡിന് നമ്മൾ പറയുന്ന പേരെന്തെന്നാണ് ചോദ്യം. എന്താണ്, സ്പെക്ട്രം എന്നാണ് പറയുന്നത് അല്ലേ. സ്പെക്ട്രം ഈസ് ഈക്വൽ ടു അറേഞ്ച്മെൻറ്റ് ഓഫ് കളേഴ്സ് ഇൻ ഓർഡർ ഓഫ് വേവ് ലെങ്ത്. എന്താണ്, വേവ് ലെങ്ത്തിൻ്റെ ഓർഡറിൽ കളേഴ്സിനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതിനാണ് നമ്മൾ സ്പെക്ട്രം എന്ന് പറയുന്നത്. SSC CGL 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, പ്രിസം ഷോസ് ഡിസ്പേർഷൻ ബിക്കോസ് ഡാഷ്. എന്താണ്, പ്രിസം എന്തുകൊണ്ടാണ് ഡിസ്പേർഷൻ കാണിക്കുന്നതെന്നാണ് ചോദ്യം. എന്താണ് കാരണം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് കളേഴ്സ്. എന്താണ്, ഓരോ കളേഴ്സിനും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടാണ് പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, ഡിസ്പേർഷൻ സംഭവിക്കുന്നത്. നോക്കിക്കേ, ഈച്ച് കളർ ട്രാവൽസ് അറ്റ് ഡിഫറെൻറ്റ് സ്പീഡ്സ്, സോ ഡിഫറെൻറ്റ് ബെൻഡിങ്, ദാറ്റ്സ് വൈ വി ക്യാൻ ഒബ്സർവ് സ്പെക്ട്രം അല്ലേ. സോഴ്സ് എന്ന് പറയുന്നത് UPSC CDS 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, വിച്ച് ഫെനോമിനൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫോർമേഷൻ ഓഫ് റെയിൻബോ? എന്താണ്, മഴവില്ലുണ്ടാവാൻ കാരണം ഏതെന്നാണ് ചോദ്യം. ഏതാണ്, റിഫ്രാക്ഷൻ പ്ലസ് ഡിസ്പേർഷൻ പ്ലസ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അല്ലേ. നോക്കിക്കേ, എക്സ്പ്ലനേഷൻ നോക്കിക്കേ, ഡ്രോപ്ലെറ്റ്സ് റിഫ്രാക്ട്, ഡിസ്പേഴ്സ്, റിഫ്രാക്ട് അഗെയിൻ ആൻഡ് വി സി റെയിൻബോ അല്ലേ. കേരള PSC ഫയർമാൻ 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഇൻ ദ വിസിബിൾ സ്പെക്ട്രം വിച്ച് ലൈറ്റ് ഹാസ് ദ ഹയസ്റ്റ് ഫ്രീക്വൻസി? എന്താണ്, വിസിബിൾ സ്പെക്ട്രത്തിനകത്ത് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത് ഏത് ലൈറ്റിനാണെന്നാണ് ചോദ്യം. ഏതിനാണ്, വയലറ്റിനാണ് അല്ലേ. വയലറ്റിന് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ആൻഡ് ഹയസ്റ്റ് ഫ്രീക്വൻസിയാണ് ഉള്ളത് അല്ലേ. എന്താണ്, വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും എപ്പോഴും എങ്ങനെയായിരിക്കും, ഇൻവേഴ്സ് റിലേഷനാണ് അല്ലേ. അതായത് വേവ് ലെങ്ത് കൂടുതലാണെങ്കിൽ ഫ്രീക്വൻസി കുറവായിരിക്കും, വേവ് ലെങ്ത് കുറവാണെങ്കിൽ ഫ്രീക്വൻസി കൂടുതലായിരിക്കും. അപ്പോൾ വയലറ്റിനാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതിനായിരിക്കും ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസി. ഇത് ഓർത്ത് വെച്ചേക്കണേ. വയലറ്റ് ഹാസ് സ്മോളസ്റ്റ് വേവ് ലെങ്ത്, ഹയസ്റ്റ് ഫ്രീക്വൻസി. SSC JE 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഡിസ്പേർഷൻ ഡസ് നോട്ട് ഒക്കർ ഇൻ ഡാഷ്. എന്താണ്, താഴെ കുറച്ച് വസ്തുക്കൾ തന്നിട്ടുണ്ട്, അതിൽ ഏതിലാണ് ഡിസ്പേർഷൻ നടക്കാത്തത് എന്നാണ് ചോദ്യം. പ്രിസത്തിലാണോ, ഗ്ലാസ് സ്ലാബിലാണോ, വാട്ടർ ഡ്രോപ്ലെറ്റ്സിലാണോ, ഡയമണ്ടിലാണോ? ഏതിലാണ്, ഗ്ലാസ് സ്ലാബിലാണ് അല്ലേ. ബാക്കി എല്ലാത്തിലും എന്ത് നടക്കുന്നു, ഡിസ്പേർഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, ഗ്ലാസ് സ്ലാബ് പ്രൊഡ്യൂസസ് ലാറ്ററൽ ഷിഫ്റ്റ്, നോട്ട് കളർ സെപ്പറേഷൻ. UPSC NDA 2018 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഹൂ ഫസ്റ്റ് ഡിസ്കവേർഡ് ഡിസ്പേർഷൻ യൂസിങ് എ പ്രിസം? ഒരു പ്രിസം വെച്ചിട്ട് ഡിസ്പേർഷൻ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ആരാണെന്നാണ് ചോദ്യം. ആരാണ്, ന്യൂട്ടൺ ആണ് അല്ലേ. നോക്കിക്കേ, ന്യൂട്ടൺ സെപ്പറേറ്റഡ് വൈറ്റ് ലൈറ്റ് ഇൻറ്റു സ്പെക്ട്രം യൂസിങ് എ പ്രിസം. കേരള PSC HSA 2016 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോസ് മാക്സിമം ഡിസ്പേർഷൻ? ഇതിൽ ഏത് ആണ് ഏറ്റവും കൂടുതൽ ഡിസ്പേർഷൻ കാണിക്കുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷനിൽ ഡയമണ്ട് ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഡയമണ്ട് ഹാസ് ഹയസ്റ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറൻസസ്, സോ ഹയസ്റ്റ് ഡിസ്പേർഷൻ. UPSC CSE പ്രിലിംസ് 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, വിച്ച് പെയർ ഓഫ് കളേഴ്സ് ഹാസ് ദ മാക്സിമം ഡിഫറൻസ് ഇൻ ബെൻഡിങ്? എന്താണ്, ബെൻഡിങ്ങിൽ ഏറ്റവും മാക്സിമം ഡിഫറൻസ് കാണിക്കുന്ന പെയർ ഓഫ് കളേഴ്സ് ഏതാണ് എന്നാണ് ചോദ്യം. ഈ ഓപ്ഷനിൽ ഏതാണ്, റെഡും വയലറ്റും അല്ലേ. 2 എക്സ്ട്രീം എൻഡ്സിലുള്ള ആളുകളാണ്. ദേ ലൈ അറ്റ് 2 എക്സ്ട്രീം എൻഡ്സ് ഓഫ് ദ സ്പെക്ട്രം. സോഴ്സ് SSC CGL Tier 1 2021. അടുത്ത ചോദ്യം, വാട്ട് ഹാപ്പൻസ് ടു വൈറ്റ് ലൈറ്റ് വെൻ ഇറ്റ് പാസസ് ത്രൂ എ പ്രിസം? ഒരു പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ വൈറ്റ് ലൈറ്റിന് എന്താണ് സംഭവിക്കുന്നതെന്നാണ് ചോദ്യം. എന്താണ്, ഓപ്ഷനിൽ കറക്റ്റായിട്ട് വരുന്നത് ഇറ്റ് സ്പ്ലിറ്റ്സ് ഇൻറ്റു 7 കളേഴ്സ് അല്ലേ. 7 വ്യത്യസ്ത നിറങ്ങളായിട്ട് അത് സ്പ്ലിറ്റ് ആവുന്നു. നോക്കിക്കേ, ക്ലാസിക് ഡെഫിനിഷൻ ഓഫ് ഡിസ്പേർഷൻ SSC GD 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഡിസ്പേർഷൻ ഒക്കേഴ്സ് ബിക്കോസ് ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ലൈറ്റ് ഡാഷ്. എന്താണ്, ഡിസ്പേർഷൻ ഉണ്ടാവാനുള്ള കാരണം എന്താ, അതായത് പല നിറങ്ങൾക്കും എന്ത് പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് ഡിസ്പേർഷൻ സംഭവിക്കുന്നതെന്നാണ് ചോദ്യം.
ഹാവ് സെയിം ഫ്രീക്വൻസി ആണോ? അല്ല. ട്രാവൽ അറ്റ് സെയിം സ്പീഡാണോ? അല്ല. ട്രാവൽ അറ്റ് ഡിഫറെൻറ്റ് സ്പീഡ്സ് ഇൻ എ മീഡിയം ആണോ? കറക്റ്റാണ് അല്ലേ. ട്രാവൽ അറ്റ് ഡിഫറെൻറ്റ് സ്പീഡ്സ് ഇൻ എ മീഡിയം കറക്റ്റാണ്. ഹാവ് സെയിം വേവ് ലെങ്ത് തെറ്റാണ് അല്ലേ. ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഡിഫറെൻറ്റ് കളേഴ്സ് ഹാവ് ഡിഫറെൻറ്റ് വേവ് ലെങ്ത്, സോ ഡിഫറെൻറ്റ് സ്പീഡ്, ഡിഫറെൻറ്റ് ബെൻഡിങ്. SSC JE 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, വിച്ച് ഫെനോമിനൻ കോസസ് റെഡ് ലൈറ്റ് ടു അപ്പിയർ ഓൺ ദ ടോപ്പ് ഓഫ് എ റെയിൻബോ? എന്താണ്, റെയിൻബോയുടെ ഏറ്റവും ടോപ്പിൽ റെഡ് കളർ വരാൻ കാരണമായിട്ടുള്ളത് എന്താണെന്നാണ് ചോദ്യം. എന്താണ്, സ്കാറ്ററിംഗ് ആണോ, റിഫ്ലക്ഷൻ ആണോ, ലീസ്റ്റ് ഡീവിയേഷൻ ഓഫ് റെഡ് ലൈറ്റ് ആണോ, മാക്സിമം ഡീവിയേഷൻ ഓഫ് റെഡ് ലൈറ്റ് ആണോ? നമുക്കറിയാം എന്ത്, റെഡ് ലൈറ്റിനാണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത് അല്ലേ. അതുകൊണ്ട് തന്നെ അതിനെന്തായിരിക്കും, ഏറ്റവും കുറവ് ബെൻഡിങ് അല്ലെങ്കിൽ ഏറ്റവും കുറവ് ഡീവിയേഷനാണ് ഉള്ളത്. അതുകൊണ്ട് നമ്മുടെ കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, ലീസ്റ്റ് ഡീവിയേഷൻ ഓഫ് റെഡ് ലൈറ്റ്. റെഡ് ബെൻസ് ലീസ്റ്റ് അപ്പിയേഴ്സ് അറ്റ് ടോപ്പ് ഓഫ് സ്പെക്ട്രം അല്ലേ. കേരള PSC LDC 2022 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ദ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു സെപ്പറേറ്റ് വൈറ്റ് ലൈറ്റ് ഇൻ ടു കളേഴ്സ് ഈസ് കോൾഡ് ഡാഷ്. അതായത് ഒരു വസ്തുവിന് വൈറ്റ് ലൈറ്റിനെ ഡിഫറെൻറ്റ് കളേഴ്സ് ആക്കി മാറ്റാനുള്ള ആ ഒരു കഴിവിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദ്യം. എന്താണ്, ഡിസ്പേർഷൻ പവർ എന്നാണ് പറയുന്നത്. നോക്കിക്കേ, എന്താണ് ഡിസ്പേർഷൻ പവർ? മെഷേഴ്സ് ഹൗ സ്ട്രോങ്ലി എ മീഡിയം സെപ്പറേറ്റ്സ് വേവ് ലെങ്ത്. അതായത് ഒരു മീഡിയത്തിന് എത്ര സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ എത്ര നന്നായിട്ട് എന്താണ് ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തിനെ സെപ്പറേറ്റ് ചെയ്യാനുള്ള കഴിവ് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നതാണ് ഡിസ്പേർഷൻ പവർ എന്ന് പറയുന്നത്. SSC CHSL 2021 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം ഒരു റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ വേർഡിങ്സ് ഒക്കെ കുറച്ച് വ്യത്യാസമായിട്ട് തന്നിട്ട് ചോദിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. നോക്കിക്കേ, സൺലൈറ്റ് പാസിങ് ത്രൂ റെയിൻ ഡ്രോപ്ലെറ്റ്സ് സ്പ്ലിറ്റ് ഇൻറ്റു 7 കളേഴ്സ് ബിക്കോസ് ഓഫ് ഡാഷ്. അതായത് സൂര്യപ്രകാശം റെയിൻ ഡ്രോപ്പിലൂടെ അല്ലെങ്കിൽ മഴത്തുള്ളിയിലൂടെ കടന്നുപോയി 7 നിറങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ കാരണം എന്തെന്നാണ് ചോദ്യം. എന്താണ്, ഡിസ്പേർഷൻ അല്ലേ. വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആക്ട്സ് ലൈക്ക് പ്രിസം. എന്താണ്, വാട്ടർ ഡ്രോപ്ലെറ്റ് ഒരു പ്രിസം പോലെ പെരുമാറുന്നു. കേരള PSC ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, വിച്ച് ഒപ്റ്റിക്കൽ ഡിവൈസ് പ്രൊഡ്യൂസസ് എ കണ്ടിന്യൂസ് സ്പെക്ട്രം. അതായത് താഴെ തന്നിരിക്കുന്ന ഡിവൈസസിൽ ഏതാണ് നമുക്കൊരു കണ്ടിന്യൂസ് സ്പെക്ട്രം തരുന്നതെന്നാണ് ചോദ്യം. ഏതാണ്, പ്രിസമാണ് അല്ലേ. വൈറ്റ് ലൈറ്റ് സ്പ്ലിറ്റ് ഇൻറ്റു കണ്ടിന്യൂസ് ബാൻഡ്സ് ഓഫ് കളേഴ്സ് ത്രൂ എ പ്രിസം അല്ലേ. SSC CGL 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ദ ആംഗുലാർ സെപ്പറേഷൻ ബിറ്റ്വീൻ കളേഴ്സ് ഇൻ എ സ്പെക്ട്രം ഡിപ്പെൻഡ്സ് ഓൺ ഡാഷ്. എന്താണ്, അതായത് ഒരു സ്പെക്ട്രത്തിലെ ഡിഫറെൻറ്റ് കളേഴ്സ് ഡിഫറെൻറ്റ് ആംഗിളിലായിരിക്കുമല്ലോ സെപ്പറേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്തെന്നാണ് ചോദ്യം. എന്താണ്, വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ആണ് കാരണം. ഡിഫറെൻറ്റ് വേവ് ലെങ്ത്, ഡിഫറെൻറ്റ് ആംഗിൾസ്, സ്പെക്ട്രം ഫോർമേഷൻ. UPSC CDS 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, വിച്ച് കളർ ഓഫ് വിസിബിൾ സ്പെക്ട്രം ഹാസ് ദ ലോങ്ങസ്റ്റ് വേവ് ലെങ്ത്. നമ്മുടെ വിസിബിൾ സ്പെക്ട്രത്തിനകത്തുള്ള ഏത് കളറിനാണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളതെന്നാണ് ചോദ്യം. നമുക്കറിയാം ഏതിനാണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത്, റെഡ് കളറിനാണ് അല്ലേ. റെഡ് കളർ ഹാസ് ദ ലോങ്ങസ്റ്റ് വേവ് ലെങ്ത്. നോക്കിക്കേ, റെഡിന് ഏകദേശം എത്രയുള്ളത് വേവ് ലെങ്ത്, 700 നാനോമീറ്റർ ഉണ്ട്. ലൈസ് അറ്റ് ലോങ് വേവ് ലെങ്ത് എൻഡ്. കേരള PSC ഡിഗ്രി പ്രിലിംസ് 2021 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, എ പ്രിസം സ്പ്ലിറ്റ്സ് വൈറ്റ് ലൈറ്റ് ഇൻറ്റു 7 കളേഴ്സ്. ദിസ് പ്രൂവ്സ് ദാറ്റ് ഡാഷ്. എന്താണ്, ഒരു പ്രിസം എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റ് ലൈറ്റിനെ 7 നിറങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇതെന്താണ് തെളിയിക്കുന്നത് എന്നാണ് ചോദ്യം. എന്താണ് തെളിയിക്കുന്നത്, വൈറ്റ് ലൈറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് കളേഴ്സ് അല്ലേ. വൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് ഒരു കൂട്ടം നിറങ്ങളുടെ ഒരു മിക്സ്ചർ ആണെന്നാണ് തെളിയിക്കുന്നത് അല്ലേ. പ്രിസം റിവീൽസ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് വേവ് ലെങ്ത്. SSC MTS 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, സ്പെക്ട്രം ഫോംഡ് ബൈ പ്രിസം ഈസ് ക്ലാസിഫൈഡ് ആസ് ഡാഷ്. എന്താണ്, ഒരു പ്രിസം ഉണ്ടാക്കുന്ന സ്പെക്ട്രത്തെ നമുക്ക് എന്തെന്ന് പറയാം, കണ്ടിന്യൂസ് സ്പെക്ട്രം ആണ് അല്ലേ. നോക്കിക്കേ, വൈറ്റ് ലൈറ്റ് കണ്ടെയ്ൻസ് ഓൾ വേവ് ലെങ്ത്സ് വിത്തൗട്ട് ഗ്യാപ്പ്. ഒരു ഗ്യാപ്പ് ഇല്ലാതെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിനാണ് നമ്മൾ സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇത് UPSC CAPF 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, റെയിൻബോ ഫോർമേഷൻ ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ് സീക്വൻസ് ഡാഷ്. എന്താണ്, റെയിൻബോ ഫോർമേഷൻ്റെ ആ ഒരു സീക്വൻസ് കറക്റ്റ് ഓർഡറിന് പറയാനാണ് പറഞ്ഞേക്കുന്നത്. ഏതാണ് കറക്റ്റായിട്ട് വരുന്നത്, റിഫ്രാക്ഷൻ, റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ അല്ലേ. റെയിൻ ഡ്രോപ്സ് റിഫ്രാക്ട്, ദെൻ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, ദെൻ റിഫ്രാക്ട് അഗെയിൻ. UPSC CSE 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്.
അടുത്ത ചോദ്യം, മിനിമൽ ഡിസ്പേർഷൻ ഈസ് സീൻ ഇൻ ഡാഷ്. എന്താണ് ഏറ്റവും കുറവ് ഡിസ്പേർഷൻ ഇതിൽ ഏതിലാണ് കാണുന്നതെന്നാണ് ചോദ്യം. ഏതിലാണ്? വാട്ടറിലാണ്. വാട്ടർ ഹാസ് സ്മോളർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറൻസ് എമംഗ് കളേഴ്സ്. നോക്കിക്കേ, SSC GD 2018 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, എ പ്രിസം ഷോസ് ഡിസ്പേർഷൻ ബിക്കോസ് ഡാഷ്. ഒരു പ്രിസം എന്തുകൊണ്ടാണ് ഡിസ്പേർഷൻ കാണിക്കുന്നതെന്നാണ് ചോദ്യം. എന്തുകൊണ്ടാണ്? ഇറ്റ് ഹാസ് 2 റിഫ്രാക്റ്റിംഗ് സർഫസസ് ഇൻക്ലൈൻ ടു ഈച്ച് അതർ. എന്തുകൊണ്ടാണ്? ഒരു പ്രിസത്തിന് 2 റിഫ്രാക്റ്റിംഗ് സർഫസസ് ഉണ്ട്. നമ്മൾ റെയിൻബോ ഫോർമേഷനിൽ കണ്ടതാണ് അല്ലേ? എന്താണ്? 2 തവണ റിഫ്രാക്റ്റ് ചെയ്തിട്ട് ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഡിസ്പേർഷൻ കഴിഞ്ഞിട്ടുള്ള ലൈറ്റ് നമ്മൾ കാണുന്നത് അല്ലേ? അതുപോലെ നമ്മുടെ പ്രിസത്തിനും എന്തുണ്ട്? 2 റിഫ്രാക്റ്റിംഗ് സർഫസസ് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? ഡിസ്പേർഷൻ സംഭവിക്കുന്നത് കാണാൻ പറ്റുന്നത്. ദ ആംഗിൾ ബിറ്റ്വീൻ സർഫസസ് കോസ് കളർ സെപ്പറേഷൻ. കേരള PSC HSA സയൻസ് 2018 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഇൻ എ സ്പെക്ട്രം കളേഴ്സ് അപ്പിയർ ഇൻ ദ സീക്വൻസ് ഡാഷ്. എന്താണ്? ഒരു സ്പെക്ട്രത്തിലെ കളേഴ്സിൻ്റെ ആ ഒരു ഓർഡർ അല്ലെങ്കിൽ ആ ഒരു സീക്വൻസ് ആണ് ചോദിച്ചേക്കുന്നത്. പെട്ടെന്ന് എല്ലാവരും വിബ്ജിയോർ എന്നങ്ങ് ചാടിക്കയറി എഴുതരുത്. ഉത്തരം ഓപ്ഷൻ B ആണ്. ROYGBIV ആണ് ഉത്തരം എന്ന് പറയുന്നത്. ഇത് നമുക്ക് എന്താണ് ഒരു വേർഡായിട്ട് വായിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ വിബ്ജിയോർ എന്ന് പഠിച്ചു വയ്ക്കുന്നത്. പക്ഷേ അത് തിരിച്ചിടുമ്പോഴാണ് ആ ഒരു സ്പെക്ട്രത്തിലെ കറക്റ്റ് സീക്വൻസ് കിട്ടുന്നത്. ആദ്യമേ ഏറ്റവും ടോപ്പിൽ റെഡ് ആണ് കേട്ടോ. റെഡ് അറ്റ് ടോപ്പ്, വയലറ്റ് അറ്റ് ബോട്ടം. SSC CHSL 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് തെറ്റിക്കാൻ ചെറിയൊരു സാധ്യതയുണ്ട്. അതുകൊണ്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അടുത്ത ചോദ്യം, വിച്ച് ഒപ്റ്റിക്കൽ ഫെനോമിനൻ എക്സ്പ്ലെയിൻസ് ദ കളേഴ്സ് സീൻ ഇൻ ഓയിൽ ഫിലിംസ് ഓൺ വാട്ടർ. അതായത് വെള്ളത്തിൽ ഓയിൽ വീഴുമ്പോൾ എന്താണ് കളേഴ്സ് കാണില്ലേ? അത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. എന്തിൻ്റെ കാരണമായിട്ടാണെന്നാണ് ചോദ്യം. ഉത്തരം എന്ന് പറയുന്നത് ഡിസ്പേർഷൻ ആൻഡ് തിൻ ഫിലിം ഇൻ്റർഫെറൻസ് ആണ്. ഡിഫറെൻറ്റ് വേവ് ലെങ്ത്സ് ഇൻ്റർഫിയർ ഡിഫറെൻ്റ്ലി, കളർഫുൾ പാറ്റേൺസ് ഫോംഡ്. SSC JE 2021 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ എനിക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ പറയണമെന്ന് തോന്നി. അതായത് ഈ CD DVDയിലൊക്കെ കളേഴ്സ് നമ്മൾ പറഞ്ഞു അല്ലേ, ഡിസ്പേർഷൻ എന്ന്. അതിൻ്റെ കൂടെ വേറൊരു ഫെനോമിനൻ കൂടെ അവിടെ വരുന്നുണ്ട്. ഇവിടെ ഇൻ്റർഫറൻസ് വന്നതുപോലെ DVD കാര്യത്തിൽ വരുന്നത് ഡിസ്പേർഷൻ പ്ലസ് ഡിഫ്രാക്ഷൻ ആണ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. ഡിസ്പേർഷൻ പ്ലസ് ഡിഫ്രാക്ഷൻ ആണ് CD DVDയുടെ കളറിൻ്റെ കാര്യത്തിൽ വരുന്നത്. അവിടെ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ആ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് ഒക്കെയാണ്. അത് നമുക്ക് ഈ ഇൻ്റർഫറൻസിൻ്റെതും ഡിഫ്രാക്ഷൻ്റെതും ആ ടോപ്പിക്ക് പഠിക്കുമ്പോൾ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി അടുത്തത്, ഈ ക്വസ്റ്റ്യൻ SSC JE 2021 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നേ. അടുത്ത ചോദ്യം, കളർ വിത്ത് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഈസ് ഡാഷ്. എന്താണ്? ഇതിലെ ഏത് കളറിനാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഉള്ളതെന്നാണ് ചോദ്യം. വയലറ്റ് ആണ് ആൻസർ എന്ന് പറയുന്നത്. വയലറ്റിന് 400 നാനോമീറ്റർ ആണ് വേവ് ലെങ്ത് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിന് മാക്സിമം ബെൻഡിങ് സംഭവിക്കുന്നു. കേരള PSC ലബോറട്ടറി അസിസ്റ്റൻറ്റ് 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളൊരു കാര്യം ഓർത്ത് വെച്ചേക്കുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ റിപ്പീറ്റിംഗ് ആണ്. ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത് ഏതിനാണ്? ഏറ്റവും കൂടുതൽ ബെൻഡിങ് സംഭവിക്കുന്നത് ഏതിനാണ്? ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത് ഏതിനാണ്? ഏറ്റവും കുറവ് ബെൻഡിങ് ഉള്ളത് ഏതിനാണ്? ഈ റെഡും വയലറ്റും വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇവർ രണ്ടുപേരും മാറിപ്പോകരുത്. ഇവർ രണ്ടുപേരുടെയും കാര്യങ്ങൾ പഠിച്ചു വെച്ചേക്കണം. പിന്നെ പഠിക്കുമ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാം. ഒന്നുകിൽ റെഡിൻ്റെ കാര്യങ്ങൾ പഠിച്ചു വയ്ക്കണം, അല്ലെങ്കിൽ വയലറ്റിൻ്റെ കാര്യങ്ങൾ പഠിച്ചു വയ്ക്കണം. രണ്ടും കൂടെ പഠിക്കാൻ നിന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തെറ്റിപ്പോവും. അതുകൊണ്ട് ഒന്നുകിൽ വയലറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചു വയ്ക്കുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ റെഡ്. അങ്ങനെ ഓർത്തെടുക്കാം. അപ്പോൾ ഏതെങ്കിലും ഒന്നിൻ്റെത് എല്ലാം അങ്ങ് പഠിച്ചു വെച്ചേക്കണം. അടുത്ത ചോദ്യം, ഇൻ എ പ്രിസം ദ ഡീവിയേഷൻ ഓഫ് ലൈറ്റ് ഈസ് ഡ്യൂ ടു ഡാഷ്. എന്താണ്? ഒരു പ്രിസത്തിൽ ലൈറ്റിൻ്റെ ഡീവിയേഷൻ ഉണ്ടാവാൻ കാരണം എന്തെന്നാണ് ചോദ്യം. എന്താണ്? റിഫ്രാക്ഷൻ മാത്രമാണ് കാരണം. ആംഗിൾ ചേഞ്ച് ഒക്കേഴ്സ് വെൻ എൻറ്ററിങ് ആൻഡ് ലീവിങ് പ്രിസം സർഫേസസ്. SSC GD 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, വിച്ച് സർഫസ് ഓഫ് പ്രിസം ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡിസ്പേർഷൻ. അതായത് പ്രിസത്തിൻ്റെ ഏത് സർഫസാണ് ഡിസ്പേർഷന് കാരണം ആവുന്നതെന്നാണ് ചോദ്യം. ഏതാണ്? ബോത്ത് റിഫ്രാക്റ്റിംഗ് ഫേസസ്. 2 റിഫ്രാക്റ്റിംഗ് ഫേസസും റെസ്പോൺസിബിൾ ആണ്. നോക്കിക്കേ, റിഫ്രാക്ഷൻ ഹാപ്പൻസ് അറ്റ് ബോത്ത് ഫേസസ്, കളർ സ്പ്രെഡ്. UPSC CDS 2015 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഇഫ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറൻസ് ബിറ്റ്വീൻ കളേഴ്സ് ഈസ് ലാർജ്, ഡിസ്പേർഷൻ ഈസ് ഡാഷ്. എന്താണ്? കളേഴ്സ് തമ്മിലുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഡിഫറൻസ് വലുതാണെങ്കിൽ ഡിസ്പേർഷൻ എങ്ങനെയായിരിക്കും എന്നാണ് ചോദ്യം.
ഡിസ്പേർഷനും എങ്ങനെയായിരിക്കും? ലാർജ് ആയിരിക്കും. എക്സ്പ്ലനേഷൻ നോക്കിക്കേ, ഗ്രേറ്റർ എൻ വേരിയേഷൻ, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറൻസ് കൂടുതലാണെങ്കിൽ ഗ്രേറ്റർ കളർ സെപ്പറേഷൻ ആയിരിക്കും ഉണ്ടാവുക. SSC MTS 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, വിച്ച് കളർ ഹാസ് മാക്സിമം എനർജി? ഈ കാര്യമുണ്ട്. അതായത് ഏത് കളറിനാണ് ഏറ്റവും മാക്സിമം എനർജി ഉള്ളതെന്നാണ് ചോദ്യം. ഏതിനാണ്? വയലറ്റിനാണ്. എനർജി പറയുന്നത് നമ്മുടെ ഫ്രീക്വൻസിയുടെ ബേസിസിലാണ്. അപ്പോൾ വയലറ്റിനാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്തും ഹയസ്റ്റ് ഫ്രീക്വൻസിയും. അപ്പോൾ ഏറ്റവും എനർജി കൂടിയത് ആർക്കാണ്? വയലറ്റിനാണേ. UPSC NDA സയൻസ് 2018 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, റെഡ് കളർ ഈസ് യൂസ്ഡ് ഇൻ വാർണിംഗ് സൈൻസ് ബിക്കോസ് ഡാഷ്. എന്താണ്? വാർണിംഗ് സൈൻസിനൊക്കെ നമ്മൾ റെഡ് കളറാണ് കൊടുക്കുന്നത്. അതിന് കാരണം എന്തെന്നാണ് ചോദ്യം. എന്താണ്? ഇറ്റ് ബെൻഡ്സ് ലീസ്റ്റ് ആൻഡ് സ്കാറ്റേഴ്സ് ലീസ്റ്റ്. എന്താണ്? അതിന് വലിയ ബെൻഡിങ് ഒന്നും സംഭവിക്കുന്നില്ല, അതുപോലെ ഒരുപാട് സ്കാറ്റർ ആവത്തുമില്ല. എക്സ്പ്ലനേഷൻ നോക്കിക്കേ, റെഡ് ട്രാവൽസ് ലോങ്ങർ വിത്തൗട്ട് സ്കാറ്ററിങ് വിസിബിൾ ഫ്രം ഫാർ. എന്താണ്? റെഡിന് ഒരുപാട്, അല്ലെങ്കിൽ റെഡ് ലൈറ്റിന് എന്താണ്? ഒരുപാട് ദൂരം സ്കാറ്ററിങ് ഒന്നുമില്ലാതെ സഞ്ചരിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് ദൂരത്തു നിന്ന് നമുക്ക് റെഡിനെ കാണാനും പറ്റുന്നു. അതുകൊണ്ട് SSC CGL 2018 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ദ ഡിസ്പേർഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ എ പ്രിസം ഇൻക്രീസസ് വിത്ത് ഡാഷ്. എന്താണ്? ഒരു പ്രിസം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിസ്പേർഷൻ ഇൻക്രീസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയെന്നാണ് ചോദ്യം. ഏതൊക്കെയാണ്? ബോത്ത് B ആൻഡ് C ആണ് അല്ലേ. ഡിക്രീസിങ് വേവ് ലെങ്ത്തും ഇൻക്രീസിങ് ആംഗിൾ ഓഫ് പ്രിസവും. അതായത് നമുക്കറിയാം, വേവ് ലെങ്ത്ത് ഏറ്റവും കുറവുള്ള ആൾക്കാർക്കും ഏറ്റവും കൂടുതൽ ഡിസ്പേർഷൻ സംഭവിക്കുന്നത് അല്ലേ. അതായത് ഏറ്റവും കൂടുതൽ ബെൻഡ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? ഏറ്റവും വേവ് ലെങ്ത്ത് കുറയുന്ന ആളായിരിക്കും. അപ്പോൾ ഓപ്ഷൻ B കറക്റ്റ് ആണ് അല്ലേ. ഡിക്രീസിങ് വേവ് ലെങ്ത്ത് ഇൻക്രീസസ് ഡിസ്പേർഷൻ. ഇനി ഓപ്ഷൻ C നോക്കിക്കേ, ഇൻക്രീസിങ് ആംഗിൾ ഓഫ് പ്രിസം. അതായത് നമ്മൾ പ്രിസത്തിൻ്റെ ആ ഒരു അപ്പെക്സ് ആംഗിൾ കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഡിസ്പേർഷൻ കൂടുന്നു അല്ലേ. കൂടുതൽ, അതായത് നമ്മുടെ ഒരു തിൻ പ്രിസവും ഒരു കുറച്ചുകൂടെ നല്ല വൈഡായിട്ടുള്ള പ്രിസവും എടുത്താൽ ഏറ്റവും കൂടുതൽ ഡിസ്പേർഷൻ സംഭവിക്കുന്നത് ഏതിലായിരിക്കും? വൈഡായിട്ടുള്ള പ്രിസത്തിലായിരിക്കും അല്ലേ. ആ സ്പേസ് ഉണ്ട്, കൂടുതൽ ഡിസ്പേർഷൻ നടക്കും. അപ്പോൾ ലാർജർ ആംഗിൾ മോർ ഡിസ്പേർഷൻ. ഓക്കെ, RRB NTPC 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണേ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്പേർഷൻ എന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അടുത്ത ടോപ്പിക്ക് ഇൻ്റർഫെറൻസ് ആണ്. നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയാം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്